ഇത്തിരി മധുരവും പുളിയും എരിവും കയ്പും ഒരുമിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അതും നമ്മുടെ ഫേവറേറ്റ് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലോ പറയേ വേണ്ട. കോഴിക്കോട് കണ്ണൂർ സൈഡിലെ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് വരുന്ന ലെമൺ ഡേറ്റ്സ് പിക്കിൾ. അതിനായിട്ട് കുറച്ച് നാരങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് 4-6 പീസായിട്ട് മുറിച്ച് കുറച്ചധികം ഉപ്പിട്ടൊന്ന് തിരുമ്മി ഒരു 3/4 മണിക്കൂറൊന്ന് വെക്കണം. ഇനി കുറച്ച് ഈത്തപ്പഴം കുരു കളഞ്ഞ് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് തിരുമ്മി ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് വെക്കണം. ഇതൊന്ന് ഇരുന്ന് റെഡിയാകുന്ന നേരത്തിന് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഒരു ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും പരിവാരങ്ങളെയും മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും പാകത്തിന് മുളക് പൊടിയും ഉലുവാപ്പൊടി കായം മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് മൂപ്പിച്ച് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇളക്കി ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് മിക്സ് ആക്കിയിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈത്തപ്പഴം ഇട്ട് അത് ഇളക്കാതെ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ആ സമയത്ത് തീ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി മൂടി തുറന്ന് ഇതെല്ലാം ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ലേശം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇട്ട് കൂട്ടി ഇളക്കി കഴിഞ്ഞാൽ അച്ചാർ റെഡി. എല്ലാം കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും, പക്ഷെ 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. ഈ അച്ചാർ എപ്പോഴും ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടൊന്ന് സെറ്റായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.